ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടന്നു. വരവും കൂട്ടം കൊട്ടും പകൽക്കാഴ്ചകളുമായിരുന്നു പ്രധാന ചടങ്ങ്. ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവവും ആട്ടവിശേഷവും ഭക്തി നിർഭരമായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തി. ഹരിനാമകീർത്തനം, പ്രഭാതപേരി, നിർമാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഭാഗവത പാരായണം, നവകം, കളഭാഭിഷേകം, സോപാന സംഗീതം, ഓട്ടൻതുള്ളൽ എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 4 മണി മുതൽ വരവും കൂട്ടം കൊട്ടും പകൽക്കാഴ്ചയും നടന്നു. ദേവികുളങ്ങര ഭഗവതിയുടെ ആട്ടവിശേഷത്തിൽ പങ്കുകൊള്ളാൻ അതിഥി ദേവിമാരായി ചൂരക്കാട് ഭഗവതി, അറക്കൽ ഭഗവതി എന്നിവർ എഴുന്നള്ളി. തുടർന്ന് ദേവീ സംഗമവും കൂട്ടം കൊട്ടും നടന്നു. പുതുപ്പള്ളി തെക്ക്, പുതുപ്പള്ളി വടക്ക്, ഗോവിന്ദമുട്ടം, പ്രയാർ വടക്ക്, കൊച്ചുമുറി വടക്ക്, കൊച്ചുമുറി തെക്ക് എന്നീ കരകളിൽ നിന്നും പകൽക്കാഴ്ചകൾ എത്തി. സംഘടനകളും വ്യക്തികളും നേർച്ചയായി സമർപ്പിച്ച പകൽക്കാഴ്ചകളും കരപ്രാതിനിധ്യം അനുസരിച്ച് ക്ഷേത്രത്തിൽ എത്തി. കരക്കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്ന പകൽക്കാഴ്ചകൾ ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്തായി തെക്ക് നിന്നും വടക്കോട്ട് കരപ്രാതിനിധ്യം അനുസരിച്ച് പടിഞ്ഞാറോട്ട് ദർശനമായി വെച്ചു. സംഘടനകളും വ്യക്തികളും നേർച്ചയായി ദേവിക്ക് സമർപ്പിച്ച പകൽക്കാഴ്ചകൾ ക്ഷേത്രക്കുളത്തിന് കിഴക്കും തെക്കും ഭാഗങ്ങളിലായി നിലയുറപ്പിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ദേവി ദർശനം നടത്തി അകത്തെഴുന്നള്ളത്തും നടന്നു. തുടർന്ന് നിറമാല വിളക്ക്, ദീപാരാധന സേവ, തായമ്പക, കളമെഴുത്തും പാട്ട്, കമ്പം, വലിയ കാണിക്ക, എതിരേൽപ്പ് എന്നിവയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ പുല്ലാമഴി ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി, ക്ഷേത്രമേൽശാന്തി ഇടയ്ക്കാട് മഠം മുകുന്ദകുമാരൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഭരണസമിതി ഭാരവാഹികളായ എസ് ബിന്ദിഷ്, BS ജയകുമാർ തെക്കൻശ്ശേരിൽ, കെ ബാബു, N നന്ദകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.